ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഞാൻ കുറേ ദിവസത്തിന് ശേഷം ചെയ്യുന്നതാണ്. അപ്പോൾ എന്താ വീഡിയോ ഇടാൻ ലേറ്റ് ആയതെന്ന് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഇന്ന് ഒട്ടും സ്പെഷ്യൽ അല്ലാത്ത സാധാരണ 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുനോക്കുക. കണ്ടിഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. ഇന്നത്തെ വീഡിയോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ക്ലീനിങ്ങും എൻ്റെ കുളിയും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ എൻ്റെ കിച്ചണിൽ ചെറിയ മാറ്റങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വീഡിയോയിൽ ആദ്യം കാണിക്കുന്നത്. അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല. ഈ ഒരു കിച്ചണിൽ ഫിൽറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ മുമ്പത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും ആദ്യം ഫിൽറ്റർ എവിടെ ഉണ്ടായിരുന്നെന്ന്. ഈ ഒരു കിച്ചണിലാണ് ആദ്യം ഫിൽറ്റർ ഉണ്ടായത്. അത് ഞാൻ അപ്പുറത്തേക്ക് മാറ്റി. പിന്നെ ഈ ഒരു കിച്ചണിലാണ് ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ഹോബ് മാറ്റിയിനി. ആദ്യം ഉണ്ടായത് 4 ബർണറുള്ള ഹോബാണ്. ഇപ്പം 3 ബർണറുള്ള ബോഷിൻ്റെ ഹോബാണ്. ബോഷ് എല്ലാവർക്കും അറിയുന്നത് തന്നെ അതൊരു ഇൻ്റർനാഷണൽ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷെ നല്ല ഹോബാണ് കേട്ടോ. ഇത് യൂസ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും എല്ലാം നല്ലതാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ സെപ്പറേറ്റ് പ്ലേറ്റോ ഒന്നും വരുന്നില്ല. ഞാൻ വേറെ കുറേ കമ്പനീൻ്റെ നോക്കി. അപ്പോൾ ഒന്നെങ്കിൽ സിൽവർ കളറിൽ വരും, അല്ലെങ്കിൽ ആ സിൽവർ കളർ വരുന്ന പ്ലേറ്റിൻ്റെ അടുത്ത് ബ്ലാക്ക് അടിച്ചിട്ട് വരുന്നത്. അതെന്ന് വെച്ചാൽ നമ്മൾ ഷോ കിച്ചണിൽ വെറുതെ ഷോ ആയിട്ട് വെക്കുമ്പോൾ നല്ല തന്നെയാണ്. പക്ഷേ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ട് വരും. ഇതെന്ന് വെച്ചാൽ അങ്ങനെ ചേഞ്ച് ആയിട്ട് വരാനൊന്നുമില്ല. ആ ഒരു സ്റ്റൗ തന്നെ ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ വരുന്നത്. ഇത് കണ്ടില്ലേ? അപ്പോൾ എപ്പോഴും പുതിയതുപോലെ തന്നെ ഉണ്ടാവും നമ്മൾ എത്ര യൂസ് ചെയ്താലും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ ബോഷ് തന്നെ എടുത്തത്. പിന്നെ ഞാൻ മുമ്പേ ഉപയോഗിച്ച സ്റ്റൗവും ഇതേ ഫിനിഷിങ്ങിൽ വരുന്നതാണ്. ഇങ്ങനെ സെപ്പറേറ്റ് പ്ലേറ്റോ അങ്ങനെ വരാത്തത് കൊണ്ട് തന്നെ ഞാൻ 6.5 വർഷം അത് ഉപയോഗിച്ചിന്. എന്നിട്ട് പുതിയതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ അതിന് കംപ്ലയിൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് മാറ്റിയത്. പിന്നെ ഇവിടെയാണ് കേട്ടോ നല്ല മാറ്റം വന്നിട്ടുള്ളത്. ഇവിടെ ആദ്യം റൈറ്റ് സൈഡിലാണ് പാത്രം കഴുകി വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടായത്. അത് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ആദ്യം ഫിൽറ്ററാണ് ഉണ്ടായത്. ഫിൽറ്റർ അപ്പുറത്തേക്ക് മാറ്റിയിട്ട് ഇവിടെ പാത്രം കഴുകി വെക്കുന്ന സ്റ്റാൻഡ് വെച്ചിന്. പക്ഷെ അതിൻ്റെ മുകളിൽ പാത്രമൊന്നും വെച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ താഴെ ഒരാൾ കഴുകുന്നുണ്ട് രാവിലത്തെ പാത്രമെല്ലാം. അതുകൊണ്ടാണ് അവിടെ പാത്രമൊന്നും കാണാത്തത്. ഞാൻ ഡിഷ് വാഷർ വാങ്ങിച്ചിട്ടുണ്ട്. അതും ബോഷിൻ്റെ തന്നെ വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പ് കുറച്ച് പൊക്കി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അതാണ് കേട്ടോ ഇത്രയും ദിവസം ഞാൻ വീഡിയോ ഇടാത്തത്. ഇത് കാണാൻ ചെറിയ പണിയായാലും ഈ ഒരു കൗണ്ടർ ടോപ്പ് മൊത്തം എടുക്കേണ്ടി വന്നിനി. അപ്പോൾ അങ്ങനെയാണ് ഇത്രയും ദിവസം വീഡിയോ ഇടാത്തത്. അപ്പോൾ ചെറിയൊരു പണിയായതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ പണിക്കാറൊന്നും വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ ലൈറ്റായി പോയതാണ്. പിന്നെ ഡിഷ് വാഷർ എന്തിനാണ് വാങ്ങിച്ചതും അത് യൂസ്ഫുൾ ആണോ അല്ലയോ അതെല്ലാം ഞാൻ എൻ്റെ വീഡിയോസിൽ പറയാം കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെയാണ്. ഇവിടെ സ്റ്റോർ റൂം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചൺ ടൂർ വീഡിയോയിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ ടൂർ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ആദ്യം കൗണ്ടർ ടോപ്പ് വെച്ചതിൽ നല്ല മിസ്റ്റേക്ക് ഉണ്ടായിനി. അതുകൊണ്ട് തന്നെ ലീക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിനി. അതെല്ലാം കൊണ്ടാണ് മാറ്റിയിനി. പിന്നെ ഡിഷ് വാഷർ വാങ്ങണം എന്നുള്ള ആഗ്രഹം എനിക്ക് മുമ്പേ ഉള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട്. മോളാണ് അധികവും പാത്രം കഴുകി തരുന്നത്. പിന്നെ ഇപ്പോൾ അവൾ +2 എത്തിയോണ്ട് ഒരുപാട് പഠിക്കാനുണ്ട്. എപ്പോഴും അവളെ കിട്ടുന്നില്ല. അതെല്ലാം കൊണ്ടാണ് വാങ്ങിച്ചത്. പക്ഷെ അതെങ്ങനെയാണ് യൂസ്ഫുൾ ആണോ അല്ലയോ അതെല്ലാം ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം ഇനിയുള്ള വീഡിയോസിൽ. ഇതിപ്പോൾ ഒരു 12 മണി ആയിട്ടുണ്ട്. ഞാൻ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കണത്ര ഒരു 12 മണിയെല്ലാം ആകുമ്പോഴാണ് അധികവും ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കൽ. എന്താണെന്ന് വെച്ചാൽ ഇക്ക ചില ദിവസം വരില്ല. അപ്പോൾ 12 മണിയാകുമ്പോൾ വിളിച്ചാലേ അറിയാൻ പറ്റൂ. അപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ചോറ് വെക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇക്കയും മാത്രമേ ഉണ്ടാവലുള്ളൂ. ഇതിപ്പോൾ ഇന്നത്തെ ദിവസം മോനുണ്ടായിന് കേട്ടോ. പക്ഷേ അവന് സാധാ ചോറ് ഇഷ്ടമല്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതന്നെ നമ്മൾ കഴിക്കും. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സിമ്പിളായിട്ട് മോനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിന്. ഇതിപ്പോൾ ഇക്ക വരുന്നത് കൊണ്ട് തന്നെ ചോറ് തന്നെ വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ 1 കപ്പ് അരിയാണ് കേട്ടോ എപ്പോഴും വെക്കൽ. എനിക്ക് ഇക്കാക്ക് മാത്രമാണെങ്കിൽ ഇതിപ്പോൾ മോനില്ലത് കൊണ്ട് തന്നെ ഒരു 1.5 കപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് പകുതിയും ബാക്കി തന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെ സാധാ ചോറ് കുറച്ചേ കഴിക്കുള്ളൂ. ബാക്കി ഞാൻ ദോശയോ ഇഡ്ഡലിയോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എടുക്കലാന്ന്. ഇവിടെ മോൾക്ക് നല്ല ഇഷ്ടമാണ് സ്കൂളിലേക്ക് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഉച്ചയ്ക്ക് ചോറ് രാവിലെ ഉണ്ടാക്കും. സ്കൂളിൽ പോകുന്നതിന് മുമ്പേ തന്നെ ഉണ്ടാക്കും. പക്ഷെ അന്നത്തെ ദിവസം ഇക്ക വന്നിട്ടില്ലെങ്കിൽ പിന്നെ അത് ഫുള്ള് ബാക്കിയാവും കേട്ടോ. ആരും ഇല്ലെങ്കിൽ എനിക്ക് കഴിക്കാനും മടിയാണ്. ഞാൻ കഴിക്കലില്ല.
പിന്നെ സാദാ ചോറ് രാത്രിയിൽ കഴിക്കാനേ ഇഷ്ടമല്ല. വേണമെങ്കിൽ തീരെ കഴിക്കാതിരിക്കും. അത്രയ്ക്കും സാദാ ചോറ് കഴിക്കാൻ പറ്റലില്ല. അത് അങ്ങനെ തന്നെ ശീലിച്ചത് കൊണ്ടായിരിക്കും. പക്ഷേ ഇവിടെ മോള് കഴിക്കും കേട്ടോ. അവൾക്ക് ഇഷ്ടമാണ്. കുറേ തരം കറി വേണം, അത്രയേ ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും ഉച്ചക്ക് സാദാ ചോറിന് എല്ലാവർക്കും ഇഷ്ടം. അത് കുറേ തരം കറി ഉണ്ടെങ്കിൽ മോനും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ പുറത്ത് ഉച്ചക്ക് പോയാൽ സാദാ ചോറ് തന്നെയാണ് കഴിക്കൽ. ബിരിയാണി, നെയ്ച്ചോറ് അതൊന്നും വാങ്ങലേ ഇല്ല, ഇഷ്ടമല്ല ഉച്ചക്ക് കഴിക്കും. പിന്നെ അതിൻ്റെ കൂടെ നല്ല മീൻ പൊരിച്ചതും പിന്നെ ഇവിടെ എല്ലാം മീൻ കറിയും കിട്ടും കേട്ടോ. പക്ഷെ എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചിക്കൻ പൊരിച്ചത് അങ്ങനത്തെ ബീഫ് അതൊന്നും സാധാ ചോറിൻ്റെ കൂടെ അങ്ങനെ വലിയ ഇഷ്ടമല്ല. ഇതിപ്പോൾ ഞാൻ ഉച്ചക്കത്തെ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി കഴുകിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഗ്രീൻ ടീ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ടീ ബാഗ് ഇങ്ങനെ ഒരു ബോക്സിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലോണം തണുത്തതിന് ശേഷം കണ്ണിൻ്റെ മുകളിൽ വെച്ചാൽ ഇങ്ങനെ ഉറക്കക്കുറവ് കൊണ്ടും ടെൻഷൻ കൊണ്ടും അങ്ങനെയെല്ലാം ഇങ്ങനെ ചുറ്റും കറുത്ത പാട് വരുന്നില്ലേ, അപ്പോൾ അതെല്ലാം പോകാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് വെക്കും, പക്ഷേ വെക്കാനൊന്നും ടൈമൊന്നും കിട്ടലില്ല. വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കുന്നതാണ്. ഇതിപ്പോൾ കറക്റ്റ് 12:05 അപ്പോൾ കറക്റ്റ് 12 മണിക്കാണ് കേട്ടോ ഞാൻ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയത്. ഞാൻ അരി എടുത്തത് കറക്റ്റ് 12 മണിക്കാണ്. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിന് അരി കഴുകിയിട്ട് ഇട്ട് കൊടുത്തിന്. ഞാൻ തിളക്കുന്ന ടൈമിൽ കറി വെക്കലാണ്. ഇന്നിപ്പോൾ ഞാൻ കറിയായിട്ട് ഉണ്ടാക്കുന്നത് സാമ്പാറാണ്. ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോയിൽ സാമ്പാർ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ്. എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്നെല്ലാം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടുന്നില്ലേ, ആ ഒരു ടേസ്റ്റ് ഈ ഒരു സാമ്പാറിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പിൻ്റെ കപ്പാണ്, അതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിന്. ഇത് രാവിലെ ഇഡ്ഡലിൻ്റെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും എളുപ്പത്തിൽ രാവിലെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് കേട്ടോ. ആദ്യം തന്നെ പരിപ്പ് നല്ലോണം കഴുകിയെടുക്കുക. പിന്നെ 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മണിക്ക് തീർക്കണമെന്ന് എനിക്ക് തന്നെ കൊടുത്ത ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോ പണിയും ചെയ്താലില്ലേ പെട്ടെന്ന് പണി തീരുന്ന പോലെ തോന്നും കേട്ടോ. അല്ലെങ്കിൽ 1 മണിക്കൂറല്ല 2 മണിക്കൂറല്ല കഴിഞ്ഞാലും പണി തീരാത്ത പോലെയാണ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് പണി ചെയ്യുമ്പോഴും 1/2 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഞാനിത് തീർക്കും. അത് തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു വലിയൊരു സക്സസ് ആയ പോലത്തെ ഒരു സന്തോഷമാണ് കേട്ടോ. നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു സന്തോഷമാണ്. പരിപ്പ് കഴുകുന്ന ടൈമിൽ ചോറിൻ്റെ വെള്ളം തിളച്ച് മറിയുന്നുണ്ടായിന്. അപ്പോൾ അത് ഞാൻ ഓഫാക്കി കൊടുക്കലാണ്. ഇതുപോലെ നല്ലോണം തിളച്ച് വന്നാൽ ഓഫാക്കിയിട്ട് റൈസ് കുക്കറിലാണ് കേട്ടോ വെക്കൽ. 1 മണിക്കൂർ വെച്ചാൽ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ വാങ്ങുമ്പം മീഡിയം വേവാന്നോ അങ്ങനെ ചോദിച്ചിട്ട് വാങ്ങാം കേട്ടോ. ഞാൻ പെട്ടെന്ന് വേവുന്നതുമല്ല ഒരുപാട് വേവുള്ള അരിയുമല്ല വാങ്ങൽ, ഒരു മീഡിയം വേവാണ്. അപ്പോൾ 1 മണിക്കൂർ വെച്ചാൽ വെന്ത് കിട്ടും. ഇത് പിന്നീട് എടുത്തിട്ട് ചൂടാക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ വാർക്കലാണ്. അപ്പോൾ ഒരുപാട് പേര് കുക്കറിലും അങ്ങനെ വെക്കുന്ന കാണലുണ്ട്. പക്ഷേ ഇത് എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നതാണെങ്കിൽ. പിന്നെ ഗ്യാസും ലാഭിക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തിളച്ച് വരും. അതിന് ശേഷമാണ് ഞാൻ റൈസ് കുക്കറിലേക്ക് വെച്ചത്. പിന്നെ അടുപ്പെല്ലാം ഉള്ളവർക്ക്, അടുപ്പിൽ വെക്കുന്നവർക്ക് അത് തന്നെയാണ് നല്ലത്. ഇങ്ങനെ ഗ്യാസിൽ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനെയാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പം പരിപ്പ് നല്ലോണം കഴുകിയതിന് ശേഷം 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പ്, ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിന്. 2 തണ്ട് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ ഇങ്ങനെ തെറിച്ച പോലെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ വിസിലടിക്കുന്ന സമയത്ത് പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിലും തുറക്കുമ്പം ഈ അടപ്പിൻ്റെ ഉള്ളിലെല്ലാം ഇങ്ങനെ തെറിച്ച പോലെ ഉണ്ടാവും. അത് കഴുകിയെടുക്കാൻ നല്ല പണിയായിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പരിപ്പ് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാൻ വെച്ചിന്. ആ ഒരു ടൈമിൽ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എളുപ്പമാണ് കേട്ടോ ഈ സാമ്പാർ ഉണ്ടാക്കാൻ. ആ പരിപ്പ് വേകുന്ന ടൈമിൽ ഈ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കലാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് മാത്രം എടുത്തത്, എല്ലാ വെജിറ്റബിൾസൊന്നും ഇല്ല. വെണ്ടക്ക, വഴുതനങ്ങ, പിന്നെ ഒരു ഉള്ളി എടുത്തിന്, വലിയ ഉള്ളി, തക്കാളി, പിന്നെ ചെറിയ ഉള്ളി എടുത്തിന് കേട്ടോ. ഒരു 10 ചെറിയ ഉള്ളി എടുത്തിന്. ചെറിയ ഉള്ളി നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ സാമ്പാറിന്. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിന്, ഉരുളക്കിഴങ്ങ് എടുത്തിന്. ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളൂ. ടോട്ടൽ എല്ലാം കൂടെ ക്ലീൻ ആക്കിയതിന് ശേഷം 1/2 കിലോന് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു കണക്കിന് നോക്കിയിട്ട് എടുത്താൽ മതി. 1/2 കപ്പ് പരിപ്പിന് 1/2 കിലോ വെജിറ്റബിൾസാണ്. അപ്പോൾ അങ്ങനെയാണ് എടുക്കേണ്ടത്. പറ്റുമെങ്കിൽ സാമ്പാറിൽ എടുക്കുന്ന എല്ലാ വെജിറ്റബിൾസും എടുക്കാൻ നോക്കാം. മുരിങ്ങക്കായെല്ലാം മസ്റ്റാണ്, പക്ഷെ എൻ്റെ കയ്യിൽ തീർന്നു പോയതാണ്. പിന്നെ ഞാനെടുത്ത വെണ്ടക്ക, വഴുതനങ്ങ, തക്കാളി ഇത് 3 ഇവിടുത്തെ പറമ്പിൽ നിന്ന് പറിച്ചതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മാത്രം മതി. പുറത്തുനിന്ന് വാങ്ങുന്ന വെജിറ്റബിൾസ് എല്ലാം ആണെങ്കിൽ ഒരു 10 മിനിറ്റ് വിനെഗറും ഉപ്പും ഇട്ട വെള്ളത്തിൽ വെച്ചതിന് ശേഷം കഴുകിയെടുക്കുക. ഞാൻ പുറത്തുനിന്ന് വാങ്ങുന്ന വെജിറ്റബിൾസിൽ തക്കാളിയും പച്ചമുളകും മാത്രം വാങ്ങിച്ച് കൊണ്ടുവന്ന പാടെ തന്നെ വിനെഗറും ഉപ്പും ഇട്ടിട്ട് അങ്ങനെ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് വെള്ളം ആറിയതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കൽ. ബാക്കിയെല്ലാം ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഇട്ടിട്ട് അങ്ങനെ കഴുകിയിട്ട് ഉപയോഗിക്കൽ തന്നെയാണ്. ഇത് ഇവിടുത്തെ ഉപ്പ നട്ടിട്ടുണ്ടായിന് കുറച്ച് പച്ചക്കറിയുടെ തൈ, അങ്ങനെ പിടിച്ചേരം തന്നതാണ്. ഞാൻ ഇത് കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിന്. അപ്പോൾ സ്പീക്കർ ഓൺ ആക്കിയിട്ട് അങ്ങനെ സംസാരിക്കുന്നതാണ്. അപ്പോൾ എല്ലാം കുറച്ചായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിന്.
എനിക്ക് ഈ സാമ്പാറിൻ്റെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. വലിയ പീസായിട്ട് കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കട്ട് ചെയ്യുന്ന പരിപാടി പെട്ടെന്ന് കഴിയും. സാമ്പാറിൻ്റെ പരിപ്പ് വേകുന്ന ആ ഒരു ടൈമേ വേണ്ടു. പരിപ്പ് 2 വിസിലടിച്ചതിന് ശേഷം പ്രഷർ പോകാൻ വേണ്ടിയിട്ട് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെജിറ്റബിൾസിൽ നിന്ന് വെണ്ടയ്ക്കയും തക്കാളിയും മാത്രം ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. അത് ഒന്ന് വഴറ്റിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് വേകുന്ന വെജിറ്റബിൾസേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരുപാട് വേവുള്ള വെജിറ്റബിൾസ് ഒന്നും എടുത്തിട്ടില്ല. ഇതിപ്പോൾ പരിപ്പ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. ഞാൻ വേഗം വേകുന്ന വെജിറ്റബിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് തിളക്കുമ്പോൾ തന്നെ ഇതെല്ലാം വെന്ത് കിട്ടും. അതുകൊണ്ട് വിസിലിടേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ഒരു വിസിലിട്ടാലും കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോയിട്ട് ആ സാമ്പാറിൻ്റെ ഒരു പെർഫെക്ഷനേ പോകും കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായ അതൊന്നും ചേർക്കുന്നുണ്ടെങ്കിൽ വിസിലിടാനേ പാടില്ല. അങ്ങനെ ഉടയാതെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് ആ ഒരു 10 മിനിറ്റ് ഇങ്ങനെ തിളപ്പിക്കുമ്പം ആകുന്നുള്ളൂ. വിസിലിട്ടാൽ എനിക്ക് അധികം ടൈം വരുന്ന പോലെ, ആ പ്രഷറെല്ലാം റിലീസായിട്ട് തുറക്കുമ്പോൾ കുറേ ടൈം എടുക്കുന്ന പോലെ തോന്നൽ. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്തിന്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി അധികം ചേർക്കണ്ട. ഒരു സമയത്ത് ബാക്കി പൗഡേഴ്സ് ഒന്നും ചേർക്കണ്ട. അത് 10 മിനിറ്റ് ഒന്ന് തിളച്ച് വന്നാൽ വെന്ത് കിട്ടും. ആ ഒരു ടൈമിൽ പൗഡേഴ്സ് എല്ലാം ഒന്ന് വറുത്തെടുക്കാനുണ്ട്. ഈ വറുത്തിട്ട് ചേർക്കുമ്പോഴാണ് സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഞാൻ ചേർക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാമ്പാർ പൗഡർ ചേർക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ഫ്ലേവറും ടേസ്റ്റും എല്ലാം കിട്ടുന്നത്. 1 ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കുക. എന്നിട്ട് വെളിച്ചെണ്ണയിൽ ലോ ഫ്ലെയിമിൽ നല്ലോണം കളറ് ചേഞ്ച് ആകുന്ന വരെ വറുത്തെടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും സാമ്പാറിൽ ചെയ്യണം കേട്ടോ. എന്നാലാണ് ആ കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റും കിട്ടുന്നത്. ഇതുപോലെ ലോ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് കളർ ചേഞ്ച് ആകുന്ന വരെ വറുത്തെടുക്കുക. തീ കൂട്ടിയിട്ട് പൊടികൾ കരിഞ്ഞാൽ ടേസ്റ്റേ മാറിപ്പോകും കേട്ടോ. നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കുക. ഇതിപ്പോൾ നല്ലോണം വറുത്ത് നല്ലൊരു മണം വരും കേട്ടോ. ആ ടൈമിൽ വെജിറ്റബിൾസിൽ ചേർത്ത് കൊടുക്കലാണ്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റായി വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ചൂടോടെ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ സാമ്പാർ പൊടി ഈ ഒരു പാകത്തിന് 2.5 ടേബിൾ സ്പൂൺ ഇപ്പം ചേർത്ത് കൊടുക്കുക. പിന്നെ കാച്ചി ഒഴിക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത പൗഡേഴ്സ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ പൗഡേഴ്സ് ചേർക്കുമ്പോഴാണ് സാമ്പാറിന് ആ ഒരു പെർഫെക്റ്റ് കളറും ടേസ്റ്റും എല്ലാം കിട്ടുന്നത്. വീണ്ടും പാൻ ചൂടാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓരോ പ്രാവശ്യം ഓരോ ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. പരിപ്പിലേക്ക് ആദ്യം 1 ടീസ്പൂണ്, പൊടികൾ വറുക്കുമ്പോൾ 1 ടീസ്പൂണ്, ഇപ്പോഴും 1 ടീസ്പൂൺ. ഇതിലിപ്പോൾ 2-3 പ്രാവശ്യം വെളിച്ചെണ്ണ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചേർക്കുമ്പോൾ അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നാലും അധികമൊന്നും ആവില്ല. അപ്പോൾ ഞാൻ പറയുമ്പോൾ 1 ടേബിൾ സ്പൂൺ എന്നെല്ലാം പറയുന്നുണ്ടാവും. പക്ഷേ നമ്മളങ്ങനെ ചേർക്കേണ്ടി വരുമ്പോൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നേരത്തെ മാറ്റി വെച്ച വെണ്ടയ്ക്കയും തക്കാളിയും ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കുക. തക്കാളി ഉടഞ്ഞും പോവില്ല, വെണ്ടയ്ക്കൻ്റെ ആ പശയിലൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർക്കണം അത്രേ. അപ്പോൾ വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിന് കേട്ടോ. ചൂടുവെള്ളം. ടോട്ടൽ 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം പരിപ്പ് വേവിക്കുമ്പോൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിന്. പിന്നെ 2 കപ്പ് വെള്ളം വെജിറ്റബിൾസ് വേവിക്കാൻ വേണ്ടി ചേർത്ത് കൊടുത്തിന്. ഇപ്പോൾ 1 കപ്പ് പുളിവെള്ളം. പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ അതൊന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ടോട്ടൽ 4 കപ്പ് വെള്ളമാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി കാച്ചി ഒഴിക്കലാണ്. കാച്ചി ഒഴിക്കൽ എന്ന് പറയുന്നത് താളിക്കുന്നതിനാണ്. നമ്മുടെ നാട്ടിൽ കാച്ചി ഒഴിക്കലെന്നാണ് പറയൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5-6 വെളുത്തുള്ളി എടുത്തിന്. വെളുത്തുള്ളി സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ചേർക്കലുണ്ട്. ഒരു 3 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ണൂർ ഭാഗത്തെല്ലാം സാമ്പാറിൽ തേങ്ങ വറുത്തിട്ടെല്ലാം ചേർക്കലുണ്ട്. പക്ഷെ അതെല്ലാം കുറേ ടൈം എടുക്കും. എനിക്ക് ഈ വെജിറ്റബിൾസിൻ്റെ വിഭവങ്ങളെല്ലാം പെട്ടെന്ന് റെഡിയാണ്. എന്നാൽ നല്ല ടേസ്റ്റിലും കിട്ടണം. ഒരുപാട് ടൈം എടുത്തിട്ടൊന്നും ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാൻ വെച്ചിന് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കടുകും നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ചെറുതായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ സാമ്പാർ പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, ഈ 3 പൗഡേഴ്സും ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർക്കുമ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ സാമ്പാറിന്. അപ്പോൾ സാമ്പാർ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും. പക്ഷെ പലതരത്തിൽ ഉണ്ടാക്കുന്നവരുണ്ടാകും. ഞാനും മുമ്പേ കുറേ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു പെർഫെക്റ്റ് ആ ഒരു പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു കളറും മണവും എല്ലാം കിട്ടുന്നത് ഇതുപോലെ ഉണ്ടാക്കിയാലാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. പിന്നെ ഈ ഒരു സാമ്പാർ മോള് സ്കൂളിൽ കൊണ്ടുപോയ സമയത്ത് ഫ്രണ്ട്സെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി ഷെയർ ചെയ്തത്. പൊതുവേ ഞാൻ കറി ഉണ്ടാക്കുമ്പം അതിൻ്റെ അപ്പുറത്തെ സൈഡ് തന്നെ വറവെന്ന് നമ്മൾ പറയൽ തോരന്. അപ്പോൾ അതും ഉണ്ടാക്കലുണ്ട്. ഇത് റെസിപ്പി ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ അത് പിന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇപ്പോൾ കറി ആയതിനു ശേഷമാണ് ഞാൻ വറവ് ഉണ്ടാക്കുന്നത്. പിന്നെ സാമ്പാറിൽ ലാസ്റ്റ് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. നല്ല ഫ്ലേവർ കൊടുക്കും സാമ്പാറിന്. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ചേർക്കായിന്.
അപ്പോൾ ക്യാരറ്റ് വറവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3 വലിയ ക്യാരറ്റും 5 6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി നല്ല ടേസ്റ്റാണ് കേട്ടോ വറവിൽ തോരനെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ചോപ്പറിലിട്ടിട്ട് അങ്ങനെ മൊത്തത്തിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് റെഡി ആവുമല്ലോ. അപ്പോൾ തേങ്ങയും കൂടെ ഞാൻ അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കലാണ്. തേങ്ങൻ്റെ വലിയ പീസസ് ഒന്നും കാണൂല. ഇവിടെ ഇക്കാക്ക് തേങ്ങ ഇങ്ങനെ കാണുമ്പോൾ അത്ര ഇഷ്ടമല്ല, അതിങ്ങനെ പറക്കി ചാടും. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്താൽ അതൊന്നും കാണാനുണ്ടാവില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇനി വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാൻ വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ചോപ്പ് ചെയ്ത ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങയും ചെറിയ ഉള്ളിയും എല്ലാം നല്ലോണം ചോപ്പ് ചെയ്ത് അതിൽ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിന്. അത് നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ട് ഒഴിച്ചതാണ്. ഇത് നോൺ സ്റ്റിക്ക് പോലെ നല്ല സ്റ്റീൽ തന്നെയാണ്, അങ്ങനെ അടിക്കൊന്നും പിടിക്കലില്ല. ഞാൻ ഇതുപോലത്തെ പാത്രമാണ് അധികവും യൂസ് ചെയ്യൽ. നോൺ സ്റ്റിക്ക് ഞാൻ വീഡിയോസെല്ലാം എടുക്കുന്ന സമയത്തേ യൂസ് ചെയ്യലില്ലല്ലോ. എല്ലാം അല്ല, അധികവും ഞാൻ ഇതുപോലെ നല്ല സ്റ്റീലൻ അങ്ങനത്തെ പാത്രം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതന്നെയാണ് ഡെയിലി യൂസിന് എടുക്കൽ. ഇതൊന്നും ആവില്ല കേട്ടോ, കുറച്ച് റേറ്റ് കൂടുതലാണ്. നോൺ സ്റ്റിക്കിനേക്കാളും റേറ്റ് ഉണ്ട്. പക്ഷേ എപ്പോഴും യൂസ് ചെയ്യുക, നോൺ സ്റ്റിക്ക് കുറേ കാലം യൂസ് ചെയ്യുമ്പം കേടാവുന്നുണ്ടല്ലോ, ഇതങ്ങനെ ആവും. ഇനിയിപ്പോൾ മീൻ പൊരിക്കലാണ്. ഇതിപ്പോൾ തലേ ദിവസം മീൻ മസാല പുരട്ടിയത് ബാക്കിയുണ്ടായിന്. അത് ഞാൻ 3 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ടായിന് ഫ്രിഡ്ജിൽ. അപ്പോൾ ഇവിടെ ഇപ്പം 3 പേരേ ഉള്ളൂ, അതുകൊണ്ട് വിചാരിച്ച് ഇതന്നെ പൊരിക്കാമെന്ന്. ഞാൻ ആദ്യം മുട്ട പൊരിക്കാമെന്നാണ് വിചാരിച്ചത്, പിന്നെയാണ് ഓർമ്മ വന്നത് ഇതുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണം കേട്ടോ, ഒന്നെങ്കിൽ മീൻ പൊരിച്ചത് അല്ലെങ്കിൽ മുട്ട പൊരിച്ചത്. ഇതെന്തെങ്കിലും മറ്റേ വെറുതെ പച്ചക്കറി മാത്രം തിന്നുമ്പം എന്തോ പോലെയാണ്. ഞാൻ മീൻ വാങ്ങിച്ചാൽ ഇതുപോലെ പൊരിക്കേണ്ട പീസെല്ലാം ആണെങ്കിൽ മസാല പുരട്ടിയിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കലാണ്. അധികം മീൻ മുറിച്ചിട്ടാണ് കൊണ്ടുവരൽ. വലിയ മീനെല്ലാം ആണെങ്കിൽ, ചെറിയ മീനൊന്നും മുറിച്ചിട്ടല്ല, മത്തി ചെമ്മീൻ അതൊന്നും മുറിക്കാതെ തന്നെ കൊണ്ടുവരൽ. ഇതുപോലത്തെ മീനെല്ലാം മുറിച്ചിട്ട് തന്നെ കൊണ്ടുവരൽ. അപ്പോൾ ഞാൻ കഴുകി മസാല പുരട്ടിയിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കൽ. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് റെഡിയാക്കാൻ പറ്റും. അധികവും ഇവിടെ മീൻ കറി വെച്ചാൽ അതിൻ്റെ തല പാർട്സെല്ലാം കറി വെക്കലുള്ളൂ. നല്ല പീസെല്ലാം പൊരിക്കൽ തന്നെയാണ്. കറിയിലെ മീൻ അത്ര ഇഷ്ടമല്ല. ഇതിപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 1 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിന്. കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് കറക്റ്റ് വേവായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ വാർക്കൽ ഇങ്ങനെയാണ്. ഇത് കഞ്ഞിക്കലെന്ന് പറയും നമ്മളെ നാട്ടിലെല്ലാം. അപ്പോൾ നിങ്ങളെ നാട്ടിലെല്ലാം എന്താ പറയലെന്ന് കമൻറ്റിൽ പറയാട്ടോ. അതിലേക്ക് വെള്ളം ആദ്യം വാർത്തിട്ട് പിന്നെ ഞാൻ അതിലേക്ക് കമിഴ്ത്തി വെക്കലാണ്. അത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ചൂട് വെള്ളമല്ലേ, പെട്ടെന്ന് ഈ കൗണ്ടർ ടോപ്പിൽ നിന്ന് വഴുതുക മറ്റേ ചെയ്തെങ്കിലോ അങ്ങനെ വിചാരിച്ചിട്ട് വെള്ളം ആദ്യം വാർത്തെടുത്താൽ പിന്നെ അത് വെയിറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വാർത്തെടുക്കാൻ എളുപ്പമാണ്. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അരിപ്പയിലേക്ക് തട്ടിയിട്ട് വെള്ളം വാർക്കുന്നത്. അപ്പോൾ ഇത് ശീലിച്ചാൽ എളുപ്പമാണ്. ഇങ്ങനെയാണ് എനിക്ക് നല്ലതായിട്ട് തോന്നില്ല. എന്നാൽ ആ ചൂട് പോവുകയും ചെയ്യില്ല. അരിപ്പയിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂട് പോവുമല്ല. അപ്പോൾ ഇതുപോലെ വെച്ചാൽ ചൂടോടെ തന്നെ. ഇപ്പം ചോറ് റെഡിയായി. സാമ്പാർ, ക്യാരറ്റ് വറവ്, മീൻ പൊരിച്ചത്. ഇനിയിപ്പോൾ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ മക്കൾക്ക് 2 ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മ മാത്രമാണെങ്കിൽ ചോറ്, കറി, വറവ്, പൊരിച്ചത് ഇത് 3 ഉണ്ടാക്കലുള്ളൂ. ഇവിടെ ഇക്കാക്ക് ചമ്മന്തി, പപ്പടം അങ്ങനത്തേതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കലില്ല. കുട്ടികളുള്ള സമയത്ത് മാത്രമേ ഉണ്ടാക്കലുള്ളൂ. എനിക്കിഷ്ടമാണ്. എന്തായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടായാലും കുഴപ്പമില്ല. ഇപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് 2 വറ്റൽമുളക്, ഒരു 3-4 ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചെറിയൊരു കഷ്ണം പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ ടൈപ്പ് ചമ്മന്തി ഉണ്ടാക്കലുണ്ട്. ഇത് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ചമ്മന്തി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇത് നല്ലൊരു എരിവും പുളിയും എല്ലാം ഉള്ള ചമ്മന്തിയാണ്. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, വറ്റൽമുളക് ചേർത്തിന്, എന്നാലും ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. അത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇനി ഒന്ന് പൾസ് മോഡിലിട്ടിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ഒരു 1:15 കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ടൈം പോയിട്ടുണ്ട്. അതന്നെ ഞാൻ തേങ്ങ ചരച്ചതും പിന്നെ മീൻ മസാല പുരട്ടി വെച്ചതും എല്ലാം ഇല്ലത് കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോറ് റെഡിയാക്കാം കേട്ടോ. ഒരു ആഴ്ചത്തേക്കുള്ള തേങ്ങയെല്ലാം ഒന്ന് ചരച്ച് ഫ്രീസറിൽ വെക്കാം. 1 മാസം വരെ എല്ലാം വെക്കാം കേട്ടോ. ഒന്നും ആവില്ല, ഞാൻ അങ്ങനെ വെക്കലുണ്ട്. ഇനി പപ്പടും കൂടെ പൊരിച്ചെടുത്താൽ ലഞ്ച് റെഡിയായി. അപ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉച്ചക്കത്തെ ലഞ്ചെല്ലാം റെഡിയാക്കാൻ പറ്റും. ഒരുപാട് സമയം ഇങ്ങനെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് കളയണ്ട. തേങ്ങയെല്ലാം ആ സമയത്ത് തന്നെ ചേർക്കുമ്പോൾ ഒരുപാട് ടൈം പോകുന്ന പോലെ എനിക്ക് തോന്നൽ. അതാണ് ഞാൻ ഒന്നിച്ച് ചരച്ച് വെക്കുന്നത്.
ഇതിപ്പോൾ സമയം 1:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ച ആ സമയത്തിൻ്റെ ഉള്ളിലൊന്നും കഴിയൂല. എന്നാലും ഇത് പെട്ടെന്ന് കഴിഞ്ഞ്, അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുന്നത് വീഡിയോ എടുക്കുമ്പോൾ 2 മണിക്കൂർ 2.5 മണിക്കൂറെല്ലാം ആവലുണ്ട്. പക്ഷേ ഇതെല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് പിന്നെ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടും വീഡിയോ എടുത്തത് കൊണ്ടാണ് ലേറ്റായത്. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ചോറ് കഴിക്കലാണ്. അപ്പോൾ ഞാനും ഇക്കി മോനും മാത്രമാണ് ഉള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ കറികളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സാമ്പാർ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗിൽ പിറ്റേന്നത്തെ രാവിലത്തതും കൂടെ ഷൂട്ട് ചെയ്തിന്. രാവിലെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലീൻ്റെ കൂടെ സാമ്പാർ നല്ല കോമ്പിനി. അപ്പോൾ രാവിലത്തെ വ്ളോഗും കൂടെ എടുത്തിട്ടുണ്ടായിന്. പക്ഷേ വീഡിയോ ഒരുപാട് ലെങ്തി ആകുന്നതുകൊണ്ട് അത് നെക്സ്റ്റ് വ്ളോഗായിട്ട് ഇടാം കേട്ടോ. പിറ്റേന്നത്തെ മോർണിംഗ് റൂട്ടീനും കൂടെ ഞാൻ ഈ വ്ളോഗിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറേ ദിവസത്തിന് ശേഷം ഞാൻ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ തമ്പനയിൽ സൂചിപ്പിച്ച പുതിയ ഒരാൾ ഡിഷ് വാഷറാണ്. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഡിഷ് വാഷിനെ കുറിച്ച് കൂടുതലൊന്നും ഈ വീഡിയോയിൽ പറയാത്തത് അത് ഫിറ്റ് ചെയ്തതിൻ്റെ പിറ്റേന്നാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ഡിഷ് വാഷർ വെക്കുന്നതോ ഒന്നും കാണിക്കാത്തത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലെല്ലാം അതിനെക്കുറിച്ച് പറയാം കേട്ടോ, അത് യൂസ്ഫുൾ ആണോ അല്ലയോ എന്നല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഒരുപാട് നല്ല നല്ല കമൻറ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരെല്ലാം ഞാൻ ദുആ ചെയ്യുമ്പോൾ ഓർക്കലുണ്ട് കേട്ടോ. എന്നെ ഒരുപാട് ഹാപ്പി ആക്കുന്നവരല്ലേ. അപ്പോൾ നല്ല നല്ല കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസ് വ്ളോഗ്സുമായിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ. അസ്സലാമു അലൈക്കും.